നമസ്കാരം, ഞാൻ ഗണേശൻ തിരുമേനി, ഹരിഹരമഠം കൊല്ലം. അതീവ പ്രാധാന്യമുള്ളതും വളരെ നിഗൂഢമായിട്ടുള്ളതും അപകടകരമായിട്ടുള്ള ഒരു മാന്ത്രിക പ്രയോഗമാണ് സ്തംഭനകർമ്മം. എന്താണ് സ്തംഭനം? സ്തംഭന കർമ്മങ്ങൾ ഒരു വ്യക്തിയെ എങ്ങനെ ബാധിക്കും, അതുപോലെ ഒരു ബിസിനസ് മേഖലയെ സ്തംഭന കർമ്മങ്ങൾ എപ്രകാരം ബാധിക്കും, ഇത് എങ്ങനെ തിരിച്ചറിയാനായി സാധിക്കും, ഇത് എങ്ങനെയാണ് ചെയ്യപ്പെടുന്നത്, ഇതിൽ നിന്ന് മുക്തി നേടുവാൻ എന്താണ് വഴി, ഈ വിഷയത്തെ പറ്റി നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. മാന്ത്രിക പ്രയോഗങ്ങളിൽ അതീവ അപകടകരവും ഏറെ ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള ഒരു കർമ്മമാണ് സ്തംഭന കർമ്മം എന്ന് പറയുന്നത്. ഈ സ്തംഭന കർമ്മം ഒരു വ്യക്തിയിൽ ഭവിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ശരീരം തളർന്നു പോവുകയും പിന്നീട് മരണത്തിലേക്ക് തന്നെ ചെന്ന് അടുക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടാകും. പ്രധാനമായിട്ട് സ്തംഭന കർമ്മങ്ങൾ ബാധിക്കുന്നത് നമ്മുടെ നാഡീ വ്യൂഹങ്ങളെ ആയിരിക്കും. ഈ നാഡീ വ്യൂഹങ്ങളെ ബന്ധനം ചെയ്യപ്പെടുകയാണ് അവിടെ ഉണ്ടാവുന്നത്. അതുമൂലം ചിത്തഭ്രമം, അതുപോലെ തന്നെ മാനസിക വിഭ്രാന്തി, ശരീരത്തിന് തളർച്ച, ശബ്ദം നഷ്ടപ്പെടുക, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഒരു വ്യക്തിയിലേക്ക് സ്തംഭന കർമ്മങ്ങൾ വന്ന് ഭവിച്ചാൽ ഉണ്ടാവും. ഈ സ്തംഭന കർമ്മങ്ങൾ കൂടുതലായി ഒരു വ്യക്തിയുടെ കാൽപാദം പതിഞ്ഞ മണ്ണ്, ആ വ്യക്തി ഉപയോഗിച്ച വസ്ത്രം, അല്ലെങ്കിൽ തലമുടി നാര് തുടങ്ങിയവ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം പ്രയോഗങ്ങൾ പലരും ചെയ്യാറുള്ളത്. അതിനിഗൂഢമായിട്ടുള്ളതും അതീവ ശക്തമായിട്ടുള്ള ദേവതാ സാന്നിധ്യങ്ങളെ സാന്നിധ്യപ്പെടുത്തി ആ ദേവതയുടെ ശക്തി പ്രയോഗമായിട്ടുള്ള മന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഈ കർമ്മങ്ങൾ ഒരു വ്യക്തിയെയും അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തെയും തകർക്കുവാനായിട്ട് ശക്തിയുള്ളവയാണ്. ഇത്തരം വിഷയങ്ങൾ ഭവിക്കുമ്പോൾ അതീവ ശ്രദ്ധയോടുകൂടി തന്നെ ഇത്തരം വിഷയങ്ങൾ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടേണ്ടതുമാണ്. ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മഠത്തിലൊരു ആളുടെ ഒരു ആരോഗ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരു കുടുംബം ഇവിടെ നോക്കാൻ വന്നു. അദ്ദേഹം വളരെ നല്ല രീതിയിൽ വളരെ ഉത്സാഹിയായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരാളാണ്. പെട്ടെന്ന് പുള്ളിക്ക് ഒരു തളർവാദം പോലെ ഒരു അവസ്ഥ വരികയും ശരീരം തളരുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയും പരസഹായമില്ലാതെ നടക്കുവാൻ പോലും സാധിക്കാത്തൊരു സ്ഥിതി വന്നു. അവർ ഒരുപാട് ചികിത്സകളൊക്കെ നടത്തി, എന്നാൽ കൃത്യമായി രോഗം എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ കഴിക്കുന്ന മരുന്നുകൾ പോലും ഫലിക്കാത്തൊരവസ്ഥയുണ്ടായി. ഈ സന്ദർഭത്തിലാണ് എന്നാൽ ഒന്ന് രാശി വെച്ച് നോക്കാം, അല്ലെങ്കിൽ പുള്ളിയുടെ സമയവും കാര്യങ്ങളും ഒക്കെ നോക്കാം എന്ന് പറഞ്ഞവരിവിടെ വരുന്നത്. അത് പരിശോധിച്ചപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത് ആ വ്യക്തിയിൽ സ്തംഭന കർമ്മങ്ങൾ ആരോ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നാണ്. അതിന് വിധിയാമണ്ണമുള്ള പരിഹാരങ്ങൾ ചെയ്തപ്പോൾ 21 ദിവസം കൊണ്ട് തന്നെ പുള്ളിയുടെ ആരോഗ്യ നിലയിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും മരുന്നുകൾ ഫലിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ ഈ സ്തംഭന കർമ്മം ബിസിനസ് മേഖലയിൽ ബാധിച്ചാൽ വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് സ്ഥാപനമായിരിക്കും. ആ സ്ഥാപനത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്തംഭനങ്ങൾ കർമ്മങ്ങൾ ചെയ്ത് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ സ്തംഭന കർമ്മങ്ങൾ ആ ബിസിനസ് സ്ഥാപനത്തിന്മേൽ വന്ന് ഭവിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അവിടെ വലിയ പ്രതിസന്ധികൾ ഉണ്ടാവുകയും ചിലപ്പോൾ അത് പൂട്ടിപ്പോകുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിച്ചേരുകയും ചെയ്യും. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കാതിരിക്കുവാനായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഈശ്വര സാന്നിധ്യമുള്ള അല്ലെങ്കിൽ ഈശ്വരാധീനമുള്ള ഒരു ശരീരത്തില് ഒരു തരത്തിലുള്ള മാന്ത്രിക കർമ്മങ്ങളോ പ്രയോഗങ്ങളോ പൂർണ്ണമായിട്ടും ഫലിക്കുകയില്ല. അതിന് കൃത്യമായ ജപവും ഈ ക്ഷേത്ര ദർശനവും നമ്മളിലേക്ക് ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നീട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന് വിദ്യാമണ്ണമുള്ള പ്രതിവിധികൾ ചെയ്ത് അത് മാറ്റേണ്ടതും, ഇനി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കുവാനുള്ള രക്ഷകൾ പോലത്തെയുള്ള മുൻകരുതലുകൾ, അല്ലെങ്കിൽ മന്ത്രജപം, അല്ലെങ്കിൽ ദേഹരക്ഷ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇനിയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മളിലേക്ക് ഭവിക്കാതിരിക്കുവാനുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. പിന്നീട് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരം പ്രയോഗങ്ങൾ പലരും ചെയ്യിക്കുന്നത്. ഇത് ചെയ്യിക്കുന്നവരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിന് എല്ലാം മുകളിലായി ഈശ്വരൻ എന്ന് പറയുന്ന ഒരു സത്യമുണ്ട്. നമ്മൾ ചെയ്യുകയോ ചെയ്യിക്കുകയോ ചെയ്യുന്ന ഏതൊരു കർമ്മവും ഒരു നിരപരാധിയായ ഒരാളുടെ ജീവിതത്തിൽ പ്രതികൂലമായി ബാധിക്കുകയും അയാൾക്ക് നാശങ്ങൾ സംഭവിക്കുകയും ചെയ്താൽ കാലം ഒന്നിനും കണക്കിൽ ചോദിക്കാതെ പോവുകയില്ല. അതിന്റെ പ്രത്യാഘാതം ഇന്നല്ലെങ്കിൽ നാളെ അനുഭവിക്കേണ്ടി വരും. കാരണം നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യിക്കുവാനായിട്ട് ഒരു കർമ്മിയെ അല്ലെങ്കിൽ ആചാര്യനെ സമീപിക്കുമ്പോൾ അദ്ദേഹം ഇത്തരം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഇതിന് ഒരു തിരിച്ചടി നാളെ വരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇതിന് തിരിച്ചടി വരുമ്പോൾ ഈ കർമ്മം ചെയ്ത ആൾക്ക് കൃത്യമായ ഉപാസനാ ബലവും അല്ലെങ്കിൽ അയാളുടെ ദേവാലയവും കാര്യങ്ങളൊക്കെ കൃത്യമായി അനുഷ്ഠിക്കുന്ന ഒരാളായിരിക്കും. പക്ഷെ അതൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഇത് ചെയ്യിക്കാനായിട്ട് പോകുന്നത്.
ആ ഒരു ശാപഫലം അല്ലെങ്കിൽ ആ ഒരു കർമ്മഫലം കൃത്യമായിട്ടും തിരികെ എത്തും. ആ വ്യക്തിക്ക് അതിന്റെ ദുരിതങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അത് ചിലപ്പോൾ നാളെ ഉണ്ടായില്ലെങ്കിലും കുറെ നാളുകൾക്ക് ശേഷമെങ്കിലും ആ വ്യക്തിക്കോ അല്ലെങ്കിൽ എന്റെ തലമുറയോ അതിന്റെ ഫലം അനുഭവിക്കുക തന്നെ ചെയ്യും. കാരണം നമ്മളോട് ആരെന്ത് ക്രൂരത കാണിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഈശ്വരനിൽ വിശ്വസിക്കുക. നമ്മളോട് ചെയ്തിട്ടുള്ള അനീതികൾ എന്ത് തന്നെയാണെങ്കിലും അതിന് കാലം കണക്ക് ചോദിക്കാതെ പോകില്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ മൗനമായിരിക്കുക, ഈശ്വരനെ ഭജിക്കുക. നമ്മൾ ഒരു ക്രിയ ചെയ്തുകൊണ്ട് അയാളെ നേരിടുന്നതിനേക്കാൾ 4 ഇരട്ടി ആയിരിക്കും നമ്മുടെ ഈശ്വരാധീനം കൊണ്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളിൽ സത്യമുണ്ടെങ്കിൽ കാലം അവരോട് തിരിച്ചടി ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കർമ്മത്തിൽ വിശ്വസിക്കുക, ഈശ്വരനിൽ വിശ്വസിക്കുക. നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ ഒരു വ്യക്തി മുഖാന്തരമാണ് നമ്മളിലേക്ക് ഒരു പ്രതിസന്ധി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈശ്വരനെ നല്ലതുപോലെ ഭജിക്കുക. ഒരാളെ നശിപ്പിക്കുവാനുള്ള യാതൊരു വിധ കർമ്മങ്ങൾക്കും ആരും ഇറങ്ങിത്തിരിക്കരുത്. കാരണം അത് ഇന്നല്ലെങ്കിൽ നാളെ അതിന് കണക്ക് പറയേണ്ടി വരും. അതുപോലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അതിന് എന്നാൽ കഴിയുന്ന വിധത്തിലുള്ള പരിഹാരങ്ങൾ ഞാൻ നിർദ്ദേശിക്കുന്നതാണ്. അതുപോലെ ഇത് സംബന്ധിച്ച എന്തെങ്കിലും സംശയങ്ങളോ നിങ്ങളുടെ അഭിപ്രായങ്ങളോ എന്ത് തന്നെയാണെങ്കിലും അത് നിങ്ങൾക്ക് കമന്റിൽ രേഖപ്പെടുത്താവുന്നതാണ്.